വെൽക്കം ടു മൈ കുട്ടി വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ഡെർമ പ്രോഡക്റ്റ് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എൻ്റെ അടുത്ത് ഒത്തിരി ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിരുന്നു, നീ എന്താ ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാത്തത്. ആക്ച്വലി പറഞ്ഞാൽ ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം നമുക്ക് ഇഫക്റ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് ഞാൻ എൻ്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റും ലിങ്കും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഇട്ട് തരാം. പിന്നെ ഈ വീഡിയോ എടുക്കുമ്പോൾ കുറേ ചുറ്റിനെ വേറെ കുറേ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ പകലാണ് എടുക്കുന്നത്. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് അപ്പോൾ അതൊന്നും നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ 4 ഹെഡ്സ് വരുന്നുണ്ട്. ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് മാറ്റാൻ, പിന്നെ ഡെഡ് സ്കിൻസ് മാറ്റാൻ, അങ്ങനെ അങ്ങനെ ഒരു 4 ടൈപ്പ് സാധനങ്ങൾ ഹെഡ്സ് ഉണ്ട്. ഇതിൽ സക്ഷൻ ഹെഡ്സ് ഉണ്ട്. അപ്പോൾ എനിക്കിതിലാകെ ആവശ്യമുള്ള വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും മാത്രം മാറ്റണം. പിന്നെ എനിക്ക് പറഞ്ഞ പോലെ ബ്ലാക്ക് ഹെഡ്സ് ഒരുപാടില്ല, വൈറ്റ് ഹെഡ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, എപ്പോഴും ചുമ്മാ ഇങ്ങനെ ഓഫീസിൽ പോകണേക്കാൾ മുന്നേ ജസ്റ്റ് ഒന്ന് ഞാൻ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ടാണ് പോകാറുള്ളത്, വീക്ക്ലി 2 പക്ഷേ എനിക്കത് അത്ര നല്ല റിസൾട്ട് കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഇതിൻ്റെ 2 മോഡുകളാണ് ഉള്ളത്. ഒന്ന് ഒരു ചെറിയൊരു സെക്ഷൻ മോഡ്, ഇതേ കണ്ടോ. പിന്നെ ഒരു ഹൈ മോഡ് ഉണ്ട്, ഇതേ ഇച്ചിരി കൂടി കൂടുതൽ സെക്ഷൻ കൂടുതലാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ നമ്മൾ സ്കിന്നിൽ ഇങ്ങനെ വലിച്ച് വേണം ചെയ്യാൻ. ഒരു സൈഡിൽ തന്നെ കുറേ നേരം ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത് നമ്മുടെ സ്കിന്നിൽ ഒരു റെഡ്നെസ് വരും. അപ്പോൾ ആ റെഡ്നെസ് ഒരു 2-3 ദിവസം അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം നിങ്ങൾ കെയർ ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് സ്റ്റീം എടുത്ത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം ഇടാൻ. എല്ലാം ഞാൻ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് അത് യൂസ് ചെയ്തതെന്നുള്ളത്, അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും അറിയാം. 100% റിസൾട്ട് ഇതിൽ കിട്ടില്ല. നിങ്ങൾക്കൊരു ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് മാത്രം സ്റ്റീം ചെയ്ത് ഇത് മാത്രമായിട്ട് യൂസ് ചെയ്ത റിസൾട്ട് വരില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, സ്റ്റീം എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പാർലറിൽ കിട്ടുന്ന ഒരു സാധനമില്ല, ഒരു സ്റ്റീലിൻ്റെ ഇങ്ങനെ വെച്ച് ചെയ്യണത്, അത് വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ നിങ്ങൾ ഇത് വെച്ച് ചെയ്താലേ നിങ്ങൾക്കൊരു നല്ലൊരു റിസൾട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ലിങ്കും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിയെല്ലാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാം നിങ്ങൾക്ക് അതിൽ കാണിച്ചു തരാം. നല്ലൊരു റിസൾട്ടാണ് ഇതിൽ കിട്ടുന്നത്. നല്ല ഇൻ ദ സെൻസ് എനിക്കൊരു നല്ല റിസൾട്ടാണ് വന്നത്. കാരണം എനിക്ക് മറ്റേ സ്റ്റീലിൻ്റെ സാധനം വെച്ച് ഒത്തിരി എടുത്ത് കളയേണ്ടി വന്നിട്ടില്ല. വൈറ്റ് ഹെഡ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആ സ്റ്റീം എടുത്ത് ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട്, എന്താ പറ്റിയെന്നറിയില്ല, എൻ്റെ വീഡിയോ അത് റെക്കോർഡായില്ല. അപ്പോൾ ഒത്തിരി ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഭയങ്കരമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സ്റ്റീം എടുത്തിട്ട് നമ്മളുടെ മറ്റേ സ്റ്റീലിൻ്റെ സാധനം വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാക്സിമം അതിൽ നിന്ന് തന്നെ എടുത്ത് കളഞ്ഞിട്ട്, മാക്സിമം അല്ല പറ്റുന്ന അത്രയും എടുത്ത് കളഞ്ഞിട്ട് പിന്നീട് ഈ സക്ഷൻ സാധനം യൂസ് ചെയ്യാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പം നമ്മളൊരു ഹൈഡ്രാ ഫേഷ്യൽ പോയാലും അവർ അങ്ങനെ തന്നെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ നല്ല രീതിയിലൊന്ന് സ്റ്റീമൊക്കെ എടുത്തിട്ട് മുഖം നല്ലോണം ക്ലീൻ ചെയ്തിട്ട്, അതായത് ഫേസ് വാഷൊക്കെ ചെയ്തിട്ട് ഞാൻ നല്ല രീതിയിൽ സ്റ്റീം എടുത്തു. നമ്മുടെ ചിന്നിൻ്റെ നോസ് കവിളത്തൊക്കെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ സ്റ്റീം എടുത്തു കേട്ടോ ഞാൻ. പിന്നെ ഈ സ്റ്റീമർ ഞാൻ വാങ്ങിച്ചത് നമ്മുടെ കോൺവെൻറ്റ് ജംഗ്ഷനിൽ ബ്യൂട്ടി പാർലറിൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്നിടത്തു നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. അപ്പോൾ അതേ കണ്ടൊരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ സ്റ്റീം എടുത്തതിൻ്റെ ആ ഒരു ചൂട് എഫക്റ്റ് മാറിയിട്ടാണ് ഞാൻ ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. ഇങ്ങനെ സ്റ്റീമിൻ്റെ ആ ഒരു വെള്ളം ഇരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പെട്ടെന്ന് തെന്നി പോണവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ പിടിച്ച് വെക്കരുത് കേട്ടോ. ഇങ്ങനെ കൈ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഒരു ഭയങ്കരമായിട്ട് റെഡ്നെസ് വരും. പിന്നെ എൻ്റെ ഈ ഫേസിൽ ഇപ്പോൾ വരുന്ന റെഡ്നെസ് അത് കുഴപ്പമില്ല, അത് നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെയാണ്. അതൊരു കുറച്ച് കഴിഞ്ഞൊരു 10 മിനിറ്റ് ആയി കഴിഞ്ഞാൽ അത് മാറിക്കോളും. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ നമ്മുടെ കവിളത്തും നോസ്, ഫോർഹെഡ്, ചിന്നിൻ്റെ അവിടെയൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ഫേസിലുള്ള എക്സസ് ഓയിൽ, പിന്നെ ഈ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ശരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ പോകും കേട്ടോ. പിന്നെ എപ്പോഴും പാർലറിൽ പോകാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വളരെ നല്ലതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാണുമ്പോൾ എത്രത്തോളം വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് അത്ര ഇല്ല, പക്ഷെ എന്നാലും വൈറ്റ് ഹെഡ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ എപ്പോഴും വീക്ക്ലി 2 ഞാൻ സ്ക്രബ് ചെയ്ത് കളയാറുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ വരാറില്ല. അപ്പോൾ ഞാനപ്പോൾ കുറേ ഇങ്ങനെ റിവ്യൂസ് കണ്ട് ഞാൻ ഒരെണ്ണം മേടിച്ചതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി എല്ലാം സ്റ്റീം എടുത്തിട്ടില്ല, ഞാൻ കാണിച്ചല്ലോ. സ്റ്റീമൊക്കെ ചെയ്തിട്ട് 5 മിനിറ്റ് ജസ്റ്റ് 2 മിനിറ്റ് ആ സ്റ്റീമിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂളായി കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചത് എത്രത്തോളം അഴുക്ക് വന്നിട്ടുണ്ട്, ലൈക്ക് വൈറ്റ് ഹെഡ്സ് അബ്സോർബ് ചെയ്ത് സക്ക് ചെയ്തെടുത്തിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തുറക്കാൻ പറ്റും. കണ്ടോ, ഒരു ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്ന, ഞാൻ ഒരു ബ്ലാക്ക് തുണിയിലെടുത്ത് കാണിച്ചു തരാം കേട്ടോ. ബ്ലാക്ക് ടീഷർട്ട് എടുത്തിട്ട് മാക്സിമം ഇതിൽ നിന്ന് എനിക്ക് പറ്റുന്ന പോലെ തുടച്ചെടുത്ത് കാണിച്ചു തരാം കേട്ടോ. എന്നാലും എനിക്ക് കിട്ടുന്നില്ല കുറേ അതിൻ്റെ അടുത്ത്. ഇതാണ് എൻ്റെ ഫേസിൽ നിന്ന് കിട്ടിയ വൈറ്റ് ഹെഡ്സിൻ്റെ, കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞ ഇതാണ് നമ്മുടെ വൈറ്റ് ഹെഡ്സും പിന്നെ ഡെഡ് സ്കിൻസും എല്ലാം കളയാൻ, നമ്മുടെ സ്കിൻ കുറച്ചും കൂടി ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടി വളരെ നല്ലൊരു സംഭവമാണ്. അപ്പോൾ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ നെക്സ്റ്റ് ഒരു പ്രോഡക്റ്റും അതിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നു. ടിൽ ദെൻ ടാറ്റ ബൈ.